ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷം എന്ന അങ്ങേയറ്റം ചുരുങ്ങിയ ഒറ്റ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു ശക്തി പ്രധാനപ്പെട്ട ശക്തിയായിരിക്കുന്നിടത്തേക്ക് വന്ന് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന് ഒരു പ്രാധാന്യം കൊടുക്കൽ കൂടിയാണ്. അവിടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇടതുപക്ഷത്തെ നേരിടാനായിരുന്നുവെങ്കിൽ പോലും CPM-ന്റെ ശക്തനായ സ്ഥാനാർത്ഥി നിൽക്കുന്ന മണ്ഡലത്തിലേക്ക് ആയിരുന്നില്ല രാഹുൽ ഗാന്ധി വരുന്നത്. അങ്ങനെ ഇപ്പോൾ ഇടതുപക്ഷത്തെ നേരിടുന്നു രാഹുൽ ഗാന്ധി, BJP നേരിടുന്നു രാഹുൽ ഗാന്ധി, അമേഠിയിൽ BJP നേരിടുന്നു, ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ നേരിടുന്നുവെങ്കിൽ അങ്ങനെയാണ് പറയാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയുള്ള മണ്ഡലത്തിലായിരുന്നില്ല മത്സരിക്കേണ്ടത്. തൊട്ടടുത്ത വടകരയുണ്ട്, അവിടെ ജയരാജനോട് നേരിടണമായിരുന്നു രാഹുൽ ഗാന്ധി. അതിന് പകരം വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലം തേടുന്നു. അത് തന്നെ KPCC മത്സരിക്കുന്നു, KPCC നേതാക്കൾ ഇപ്പോൾ മത്സരിക്കുന്നു. ആദ്യം ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുന്നു, തൊട്ട് പിന്നാലെ രമേശ് ചെന്നിത്തല എത്തുന്നു. രമേശ് ചെന്നിത്തല പറയുന്നു ഞാൻ സംസാരിച്ചു സിദ്ദിഖുമായി, ഞാൻ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാൻ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു. അതിൽ തന്നെ മത്സരം. ഇനിയിപ്പോൾ എൻ്റെ ഒരു ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയതെന്ന് പറയാനുള്ള ശ്രമം. അല്പം കഴിയുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് വാർത്താസമ്മേളനം നടത്തും. ഇതിനേക്കാൾ വലിയ ഒരു അവകാശവാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. KPCCയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ നേരിട്ട് വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയെന്നുള്ള അവകാശവാദം. അതാണ് ഞാൻ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ PK കുഞ്ഞാലിക്കുട്ടി തങ്ങളെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് നൈസായി പറഞ്ഞു പോവുകയാണ്. അതായത് അവിടേക്കാണ് വിളി വന്നിരുന്നു. അതായത് കേരളത്തിലെ ആളുകളൊന്നുമല്ല, അവിടേക്ക് വിളി വന്ന് മുകളിൽ തീരുമാനിച്ചതാണ് എന്ന കാര്യം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി കോൺഗ്രസ് നേരിടാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഒരു സാഹചര്യം കൂടി. ഇവിടുത്തെ ഈ നേതാക്കളെല്ലാം തന്നെ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് പെട്ടി മുറുക്കി നേരെ വയനാട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ മറ്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം പോകാൻ മരുന്നിന് പോലും ഒരു പ്രമുഖ നേതാവിനെ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഒരൊറ്റ കാര്യം കൂടെ താങ്കൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ആ സ്ഥലത്ത്, അതായത് ഈ വന്നു പോയി കുറഞ്ഞ സമയം ചെലവാക്കിയാൽ മതിയല്ലോ വയനാട്ടിൽ എന്നതൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം അതായിരിക്കുകയില്ലേ? അതായത് ഈ അല്ലെങ്കിൽ തന്നെ പിന്നാക്കം നിൽക്കുന്ന ഒരു ജില്ലയോട് കൂടുതൽ അവഗണന കാണിക്കുന്ന നിലപാടാണിത് എന്ന രാഷ്ട്രീയ പ്രശ്നം കൂടെ ഉയർന്നു വരികയില്ലേ? സനീഷ്, ഈ സമയത്ത് നമ്മൾ രാഹുൽ ഗാന്ധി എത്രമാത്രം ആ മണ്ഡലത്തിലുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് പോലത്തെ മണ്ഡലത്തിൽ എത്തണമെങ്കിൽ കൊച്ചിയിലോ കോഴിക്കോടോ വിമാനമിറങ്ങി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തിന് പോകാം. റോഡ് മാർഗം പോവുകയാണെങ്കിൽ എത്ര സമയമെടുക്കും? അപ്പോൾ എത്ര ദിവസം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മണ്ഡലത്തിൽ നിൽക്കാനാകും, പ്രചാരണം നടത്താനാകും? ഏതൊക്കെ രീതിയിലുള്ള പ്രചാരണം നടത്താനാകും? റോഡ് ഷോയ്ക്ക് അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രചാരണം നടത്താൻ സാധിക്കുമെന്ന് ഇപ്പോൾ കരുതുക പ്രയാസം. ദേശീയ തലത്തിൽ ഓടി നടക്കേണ്ട നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ എറണാകുളത്തായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി എറണാകുളത്ത് എത്തി തിരിച്ചു പോകാൻ. തിരുവനന്തപുരത്തായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി അദ്ദേഹത്തിന് എത്താൻ വളരെ എളുപ്പം. ഇത് ഒരു ഹെലികോപ്റ്ററിൻ്റെ സഹായമില്ലാതെ രാഹുൽ ഗാന്ധിക്ക് ആ മണ്ഡലത്തിലെത്തുക എളുപ്പമല്ല. റോഡ് വഴിയാണെങ്കിൽ എത്ര സമയമെടുക്കും? അദ്ദേഹം ഡൽഹിയിൽ നിന്നും ഇവിടെ കേരളത്തിലെത്തുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ എയർപോർട്ടിൽ നിന്നും വയനാട്ടിലെത്താൻ അദ്ദേഹം ചെലവഴിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത്. അതിനിടയിലാണ് അതാണ് ജോസഫ് വാഴക്കൻ പോലും പറഞ്ഞത്, വന്നു പോയാൽ മതി, ഒരു തവണ വന്നു പോകുന്നു. അത് ആ മണ്ഡലത്തിന് എത്രത്തോളം ഗുണം ചെയ്യും? ഇനി ജയിച്ചു, വയനാട്ടിൽ നിന്ന് എന്തായാലും ജയിക്കും. അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധി ജയിച്ചു. ഏത് മണ്ഡലം രാഹുൽ ഗാന്ധി കൈവശം വയ്ക്കും? ഏത് മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഗാന്ധി രാജിവെക്കും? ഉറപ്പായും പറയാം, അത് വയനാട്ടിൽ നിന്ന് തന്നെയാകും രാഹുൽ ഗാന്ധി രാജിവെക്കാൻ പോകുന്നത്. കാരണം അമേഠി പരമ്പരാഗതമായി കോൺഗ്രസ് രാഹുൽ ഗാന്ധി കൈവശമാക്കിയ മണ്ഡലം. അമേഠിയിൽ നിന്ന് ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി രാജിവെക്കില്ല. രാഹുൽ ഗാന്ധി രാജിവെച്ച് അമേഠിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഉറപ്പായും കോൺഗ്രസ് സ്ഥാനാർത്ഥി തോക്കുമെന്നായിരുന്നു സംശയമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി ഉൾപ്പെടുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ BJP പിടിച്ചെടുത്തു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ വയനാട് തന്നെയാണ് രാഹുൽ ഗാന്ധി രാജിവെക്കാൻ പോകുന്നത്. വയനാട്ടിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. സിദ്ദിഖ് വീണ്ടും അവിടെ മത്സരിക്കാനുള്ള സാധ്യതയും ഈ തള്ളിക്കളയേണ്ടതില്ല. അത് തന്നെയാണ് സിദ്ദിഖ് ഇപ്പോൾ പിൻവലിക്കാനുള്ള കാരണം. തീർച്ചയായും സമഗ്രമാണ്, സൂക്ഷ്മമായുള്ള വിശകലനമാണ് താങ്കൾ നടത്തുന്നത്. ആ തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്ന് തന്നെയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം, ഔദ്യോഗികമായുള്ള ഈ കാര്യങ്ങൾ അറിയിക്കൽ ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഭാഗത്താണ് ഉണ്ടാവുക. നേരത്തെ രമേശ് ചെന്നിത്തല സംസാരിച്ചപ്പോഴും ഞങ്ങളുടെ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ താല്പര്യം അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കും രാഹുൽ ഗാന്ധി എന്നാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് എന്ന കാര്യം ഞങ്ങളാണത് റിപ്പോർട്ട് ചെയ്തത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥി. ഇതേ തുടർന്ന് അപ്പോൾ തന്നെ T. സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ പിന്മാറ്റം അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയെന്ന്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, UDF പ്രവർത്തകർക്ക് അങ്ങേയറ്റം ആവേശം നൽകുന്ന തീരുമാനമാണ് വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അദ്ദേഹത്തിന്
അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക്, കോൺഗ്രസിന് മാത്രമല്ല മുസ്ലിം ലീഗ് അടക്കം അവരുടെ ഘടകകക്ഷികൾക്കാകെ തന്നെയും പുതിയ ഉണർവ് നൽകുന്ന തീരുമാനമാണ് വന്നിരിക്കുന്നത്. മറ്റു രാഷ്ട്രീയ പക്ഷത്തുള്ള ആളുകളെ പുതിയ സ്ട്രാറ്റജികളിലേക്ക്, തന്ത്രങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടുന്നൊരു തീരുമാനം. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് വന്ന് കേരളത്തിൽ മത്സരിക്കുന്നു എന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകളെയും മറ്റുമൊക്കെ പോരാട്ടത്തെയും മറ്റേ ചൂടുപിടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളും നേരത്തെ TJ ശ്രീകാൽ നടത്തിയ പോലെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളടക്കം അതിനകത്തുണ്ട്. എതിർക്കാവുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്, മറുപടി പറയേണ്ടുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെയായിരിക്കുമ്പോൾ അമേഠിയിൽ നടക്കുന്ന ഇതേ സമയത്ത് നടന്ന ചർച്ച മറ്റൊരു തരത്തിലായിരിക്കും. അക്കാര്യങ്ങൾ എങ്ങനെയായിരിക്കും കോൺഗ്രസ് നേരിടുക, രാഹുൽ ഗാന്ധി നേരിടുക എന്ന വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. അങ്ങേയറ്റം ആവേശകരമാണ് കോൺഗ്രസിലെ പ്രവർത്തകർക്ക്, UDF-ന്റെ പ്രവർത്തകർക്ക് ഈ തീരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, എങ്ങനെ കാണും താങ്കൾ ഇതിനെ? ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഓരോ സീറ്റിൽ മത്സരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയ രാഷ്ട്രീയമായി തെറ്റ് എന്ന് പറയാനാവില്ല. അതിനകത്തൊരു ശരിയുണ്ട്, അതിനകത്തൊരു സ്ട്രാറ്റജി ഉണ്ട്. തീർച്ചയായിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ തന്ത്രപരമായിട്ട് കോൺഗ്രസ് ഒരു പടി എന്നല്ല അനേകം പടികൾ ഒറ്റയടിക്ക് മുന്നിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ കാരണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒരു സീറ്റിൽ മത്സരിക്കുക എന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായിട്ട് നൽകുന്ന ഒരു ബിഗ് അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അത് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് നേരെ വരുന്ന ചോദ്യങ്ങൾ കേരളത്തിൽ കൂടെ പ്രതിഫലിക്കുകയില്ലേ ശ്രീ ജേക്കബ് ജോർജ്? അതായത് അമേഠി പോലെ ഒരിടത്ത് പരാജയ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം സുരക്ഷിത മണ്ഡലം തേടി വന്നിരിക്കുന്നു. വയനാട് ആര് നിന്നാലും മത്സരിക്കും എന്ന വയനാടിനെ തെരഞ്ഞെടുത്ത് പക്ഷേ അനാഥമാക്കി കടന്നു കളയുക എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന പ്രചാരണം അവിടെ വിലപ്പോയില്ലെങ്കിലും മറ്റുള്ളിടത്ത് ഉണ്ടാവുകയില്ലേ? BJP-യും കോൺഗ്രസും മുഖാമുഖം നിന്ന് എതിർക്കുന്നു എന്ന് പറയുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ പക്ഷമായിട്ടുള്ള ഇടതുപക്ഷത്തിന് ശക്തിയുള്ളിടത്തേക്ക് വന്നിട്ട് അവർക്കെതിരെ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്നത് ഞങ്ങളുടെ പ്രാധാന്യമാണ് എന്ന് ഇടതുപക്ഷം ഒരു വിഷയം മുന്നോട്ട് വെക്കുകയില്ലേ? അത്തരം കാര്യങ്ങളോടെല്ലാം ഇവർക്ക് സംസാരിച്ച് നിൽക്കേണ്ടതായി വരില്ലേ? അങ്ങനത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും രാഷ്ട്രീയമായ വെല്ലുവിളികളും ധാരാളം ഉണ്ടാവും. ഇപ്പോ അമേഠിയിൽ തന്നെ രാഹുൽ ഗാന്ധി എന്ത് പറയും എന്ന വലിയ ചോദ്യം. ഒരൊറ്റ നിമിഷം ശ്രീ ജേക്കബ് ജോർജ്, താങ്കളിലേക്ക് വരാം. ശ്രീ PC വിശ്വനാഥ് കൂടെ കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ PC വിശ്വനാഥ്, എത്ര ആവേശകരമാണ് അദ്ദേഹത്തിന്റെ വരവ്? ഏത് വിധത്തിലുള്ള ഫലമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? വയനാട്ടിൽ മാത്രമല്ല എല്ലായിടത്തും. കോൺഗ്രസ് തെക്കേ ഇന്ത്യയിലെ എല്ലാ PCC-കളും അദ്ദേഹം തെക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കർണാടക PCC ആവശ്യപ്പെട്ടു, തമിഴ്നാട് PCC ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിന്നും PCC നേതാക്കന്മാരും അദ്ദേഹം കേരളത്തിൽ നിന്ന് മത്സരിക്കണം, തെക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ എപ്പോഴും കോൺഗ്രസിന്റെ വലിയ പ്രതിസന്ധികൾ ഇന്ത്യയിൽ ഉണ്ടായപ്പോഴൊക്കെ തെക്കേ ഇന്ത്യയിൽ നിന്നും ദേശീയ നേതാക്കന്മാർ വന്ന് മത്സരിച്ച് വലിയ തിരിച്ചുവരവ് ഉണ്ടായിട്ടുണ്ട്. ചിക്മംഗ്ലൂരിൽ ഇന്ദിരാഗാന്ധി വന്നപ്പോഴും 1999 ബെല്ലാരിയിലെ സോണിയാഗാന്ധി വന്നപ്പോഴും ഒക്കെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനാണ് അത് കാരണമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കോൺഗ്രസിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് രാഹുൽ ഗാന്ധി തെക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം. അപ്പൊ കേരളത്തിൽ നിന്ന് മത്സരിച്ചാൽ സ്വാഭാവികമായിട്ടും അത് തെക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും പിന്നെ മതേതര വിശ്വാസികൾക്കും ഊർജം പകരുന്നതായിരിക്കും. ആ അർത്ഥത്തിൽ ഇത് വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിരിക്കും. പക്ഷേ ശ്രീ PC വിശ്വനാഥ്, അവിടെ പരാജയ ഭീതി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ വയനാട് പോലൊരു വളരെ വിജയസാധ്യതയുള്ള മണ്ഡലം തെരഞ്ഞെടുത്തത് എന്ന ആക്ഷേപം വരികയില്ലേ? എന്തുകൊണ്ടാണ് വയനാട്? ഇനിയിപ്പോൾ കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ തന്നെ കുറച്ചുകൂടെ ഒരു വെല്ലുവിളിയുള്ള ഏതെങ്കിലും മണ്ഡലം സ്വീകരിച്ചുകൂടായിരുന്നോ എന്ന ചോദ്യം വരികയില്ലേ? എന്തുകൊണ്ട് ഏറ്റവും സേഫായിട്ടുള്ള വയനാട് പിടിച്ചു എന്ന ചോദ്യം എതിരാളികൾ ഉന്നയിക്കുകയില്ലേ? ഒന്നാമത്തെ ആദ്യത്തെ ആരോപണത്തിൽ പ്രസക്തിയില്ല. കാരണം സോണിയാഗാന്ധി ബെല്ലാരി മത്സരിക്കുന്ന സമയത്ത് സോണിയാഗാന്ധി പിന്നെ അമേഠിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ടല്ലോ. അപ്പോ അദ്ദേഹം അമേഠിയിൽ പരാജയപ്പെടുന്ന എന്ന് പറഞ്ഞതിനകത്ത് ഒരു അർത്ഥമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിന് അമേഠിയിൽ അദ്ദേഹം വിജയിക്കും. ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. മോദി വാരണാസിയിൽ തോക്കുമെന്ന് പേടിച്ചിട്ടാണോ ഒരു മണ്ഡലത്തിൽ കൂടെ മത്സരിച്ചത്? പക്ഷേ വിശ്വനാഥ്, ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, നിങ്ങളുടെ കോൺഗ്രസിന്റെ ശത്രു, പ്രധാനപ്പെട്ട ഏറ്റവും നമ്പർ 1 ശത്രു ആര്?
അത് BJP ആണ് എങ്കിൽ BJP നേരിടുന്ന ഒരു സംസ്ഥാനത്തിലേക്കായിരുന്നില്ലേ രാഹുൽ ഗാന്ധി പോകേണ്ടിരുന്നത്? പ്രത്യേകിച്ച് കർണാടകയിൽ താങ്കൾ അവിടെ ചുമതലക്കാരൻ കൂടിയാണ്. 28 സീറ്റുകളാണ് കർണാടകത്തിലുള്ളത്. കേരളത്തിലാണെങ്കിൽ 20 സീറ്റ്. 28 സീറ്റിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചത് 6-7 സീറ്റുകളാണ്. ബാക്കി സീറ്റുകൾ BJP പിടിച്ചെടുത്തു. ഇത്തവണ കോൺഗ്രസിനും JDS-ഉം ചേർന്ന് മത്സരിക്കുമ്പോൾ അവിടെ കോൺഗ്രസിന് ഒരു മുന്നേറ്റമുണ്ട്. രാഹുൽ ഗാന്ധി കർണാടകത്തിലായിരുന്നു മത്സരിച്ചിരുന്നതെങ്കിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന, കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഊർജ്ജം, ഒരു കുതിച്ചുചാട്ടം അത് കേരളത്തിൽ മത്സരിച്ചാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായിരുന്നില്ലേ? അല്ല, ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ സീറ്റിലും ജയം. കോൺഗ്രസിന് ഇത്തവണ ഏറ്റവും വലിയ ഒന്നാം കക്ഷിയാകണം. അതിന് പരമാവധി സീറ്റുകൾ കോൺഗ്രസിന്റേതായി ലഭിക്കണം. കർണാടകത്തിൽ കഴിഞ്ഞ തവണ 6 സീറ്റ് ആയിരുന്നില്ല, കഴിഞ്ഞ തവണ 9 സീറ്റും ബൈ ഇലക്ഷനിൽ ബെല്ലാരി ജയിച്ചപ്പോൾ 10 സീറ്റ് ഉണ്ടായിരുന്നു. കർണാടകത്തിലും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തിനോട് അവിടെ മത്സരിക്കണമെന്ന്. കേരള PCCയും ആവശ്യപ്പെട്ടതാണ്. അപ്പൊ വയനാട് എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ വയനാട് തൊട്ടടുത്താണ് കർണാടകയുടെ ബോർഡറാണ്. വയനാടിന് തൊട്ടടുത്താണ് കുറച്ചുകൂടി അടുത്തൊരു സീറ്റുണ്ട് വിശ്വനാഥ്. വയനാടിനേക്കാളും കുറച്ചുകൂടി അടുത്തൊരു സീറ്റുണ്ട് അതിർത്തിയിൽ. ഏതാണ്? ബാംഗ്ലൂർ കർണാടക അതിർത്തിയിൽ മറ്റൊരു സീറ്റ് കൂടി ഉണ്ട്. അത് കുറച്ചുകൂടി ഫൈറ്റ് ഉണ്ടാകുന്ന സീറ്റുമായിരുന്നു. ഏതാണ്? ഏതാണ്? ബാംഗ്ലൂർ സീറ്റ് അല്ലേ? അല്ല, വയനാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ വയനാട് കർണാടക അടുത്ത് കിടക്കുന്ന സീറ്റ്. കാസർഗോഡിൽ കുറച്ചുകൂടി നല്ല മത്സരം കാഴ്ചവെക്കുകയും അത് പിടിച്ചെടുക്കാനും സാധിക്കുമായിരുന്നു. വയനാട് എന്തായാലും ലഭിക്കുമല്ലോ. തമിഴ്നാടുമായിട്ട് ബോർഡർ ഇല്ലല്ലോ. വയനാട്ടിലാകുമ്പോൾ തമിഴ്നാട്, ഞാൻ പറഞ്ഞത് അതല്ല കാരണം. താങ്കൾ പറഞ്ഞ ന്യായം വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വയനാടാകുമ്പോൾ തമിഴ്നാടിനെയും ബോർഡർ ചെയ്യുന്നുണ്ട്, കർണാടകത്തെയും ബോർഡർ ചെയ്യുന്നുണ്ട്. കർണാടകം മാത്രമേ ഉള്ളൂ. ശ്രീ PC വിശ്വനാഥ്, ഒരു കാര്യം, അതായത് ഈ BJPയുടെ പ്രത്യയശാസ്ത്രത്തോട്, അതിൻ്റെ രാഷ്ട്രീയത്തോടു കൂടെയുള്ള എതിർപ്പ് ആണല്ലോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നയനിലപാടായി നിങ്ങൾ മുന്നോട്ട് വെക്കുക. BJPയുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർണായക പ്രാധാന്യമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളത് എന്നത് കോൺഗ്രസ് ആവർത്തിക്കുന്നുണ്ട്. എല്ലാവരും നരേന്ദ്രമോദി പക്ഷത്തിൽ എതിർത്ത് നിൽക്കുന്ന എല്ലാവരും പറയുന്നതാണ്. അവിടെ 2 സീറ്റുകൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പിക്ക് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു, തെരഞ്ഞെടുക്കുന്നു. അതിലൊന്ന് അവിടെ നിരന്തരമായി മത്സരിക്കുന്ന അമേഠിയാണ്, അവിടെ മത്സരിക്കുന്നു. രണ്ടാമത് തെരഞ്ഞെടുക്കുന്നത് ഈ പറയുന്ന പ്രത്യയശാസ്ത്രം, നിങ്ങൾ എതിർക്കുന്ന പ്രത്യയശാസ്ത്രം അല്ലാത്ത, എതിർക്കുന്നതല്ല എന്നല്ല എങ്കിലും ഈ പറയുന്ന BJP അല്ലാത്ത, BJPയുടെ പ്രത്യയശാസ്ത്രം ഇല്ലാത്ത ഇടമാണ് എന്ന് മാത്രമല്ല വളരെ നിസ്സാരമായൊരു സംഖ്യയാണ് ഈ പറയുന്ന CPM-ന്, ഇടതുപക്ഷത്തിന് ഈ രാജ്യത്താകെ തന്നെയുമുള്ളത്. അവിടെയാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ BJP അതിൻ്റെ പ്രത്യയശാസ്ത്രം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിസ്സാരരായിട്ടുള്ള ഇടതുപക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ ഇറക്കുന്നു എന്നതൊരു രാഷ്ട്രീയ പ്രശ്നമായി കൂടെ ഉന്നയിക്കപ്പെടുകയില്ലേ? അവർക്ക് ലഭിക്കുന്ന ഒരു പ്രാധാന്യം എന്ന നിലക്ക് കൂടെ ഇതിനെ കാണേണ്ടതായി വരില്ലേ? ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഒരു പ്രാധാന്യം എന്ന നിലക്ക് കൂടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വിലയിരുത്തപ്പെടില്ലേ? കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ പ്രാധാന്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ വിചാരിച്ചപ്പോൾ ഒരു 4-5 സീറ്റിൽ കൂടുതൽ അവർക്ക് കിട്ടാൻ പോണില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാലും വന്നില്ലെങ്കിലും ഇന്ത്യയിൽ ആകെ 4-5 സീറ്റാണ് ഇടതുപക്ഷത്തിന് ഇത്തവണ കിട്ടാൻ പോകുന്നത്. പക്ഷേ ഈ ഉത്തർപ്രദേശിൽ BJPയെ അമേഠിയിൽ കോൺഗ്രസ് നേരിടുന്നുണ്ട്, ഉത്തർപ്രദേശിൽ നേരിടുന്നുണ്ട്, ഗുജറാത്തിൽ നേരിടുന്നുണ്ട്, മറ്റ് രാജസ്ഥാനിൽ, മധ്യപ്രദേശിലൊക്കെ നേരിടുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ BJP ഇല്ലാത്ത സ്ഥലങ്ങളിൽ പലയിടത്തും പ്രാദേശിക പാർട്ടികളെയാണ് നേരിടുന്നത്. ഇപ്പോ തമിഴ്നാട്ടിൽ BJPയുടെ പ്രസക്തി വളരെ കുറവാണ്. TRS-ഉമായിട്ടാണ് തെലങ്കാനയില്. മറ്റു പല സംസ്ഥാനങ്ങളിലും BJP ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായിട്ട് BJP. ഈ സംസ്ഥാനങ്ങൾ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച തമിഴ്നാടായാലും തെലങ്കാന ആയാലും ആന്ധ്രാപ്രദേശ് ആയാലും അവിടെയും കോൺഗ്രസിന്റെ നിലയും വളരെ മോശമാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ പോയി രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരു സീറ്റും ലഭിക്കാത്ത സാഹചര്യത്തിൽ നിന്നും ഒരു 2-3 സീറ്റ് രാഹുൽ ഗാന്ധിയുടെ സീറ്റും തൊട്ടടുത്ത മണ്ഡലങ്ങളെല്ലാം നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. എന്ത് പറഞ്ഞാലും വയനാട് സീറ്റ് കോൺഗ്രസിന് ഉറപ്പാണ് എന്നുള്ളതായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് തമിഴ്നാട്ടിൽ പോയി, 39 സീറ്റുകളുണ്ട് തമിഴ്നാട്ടിൽ. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സീറ്റും നിർണായകവുമാണ്. ആ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ പോയി മത്സരിച്ചിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സീറ്റ് ജയിക്കാമായിരുന്നു, തൊട്ടടുത്തുള്ള സീറ്റുകളിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ലേ വേണ്ടിയിരുന്നത്? ഞാൻ പറയുന്നത് ന്യൂസ് 18 അടക്കം കേരള മീഡിയയുടെ മൂഡ് മാറ്റണം. കാരണം എനിക്ക് അത്ഭുതമാണുള്ളത്, രാഹുൽ ഗാന്ധി ഭൂരിപക്ഷം ഉണ്ടായാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരു നേതാവാണ്. അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചാൽ കേരളത്തിന് പ്രധാനമന്ത്രിയെ കിട്ടുകയാണ്. കേരളത്തിന് ഒരു പ്രധാനമന്ത്രിയെ കിട്ടുമ്പോൾ അത് തമിഴ്നാട്ടിന് കൊടുത്തൂടെ, കർണാടകത്തിന് കൊടുത്തൂടെ എന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് അത്ഭുതമാണ്. ചോദ്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് PC വിശ്വനാഥ്, ചോദ്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ആവേശകരമാണ്. കോൺഗ്രസുകാർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യം.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആദ്യമായിട്ട് കേരളത്തിന് പ്രധാനമന്ത്രിയെ കിട്ടുമ്പോൾ അത് തമിഴ്നാട്ടിന് കൊടുത്തൂടെ എന്ന് എന്നോട് ഞങ്ങൾക്കതിൽ ചോദിക്കാൻ വളരെ പാടുണ്ടോ? സന്തോഷമേ ഉള്ളൂ. ഈ വാർത്ത നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് വളരെ ശക്തിയായിട്ടുള്ള ഒരു പോരാട്ടമായി മാറുക, വാർത്ത മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് സന്തോഷകരമായിട്ട് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം ഉണ്ടാവുക ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് ശ്രീ പി സി വിശ്വനാഥൻ ചോദിച്ചതേ ഉള്ളൂ അദ്ദേഹവും. ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക് ഒരൊറ്റ നിമിഷം. ശ്രീ കെ സുരേന്ദ്രൻ കുറച്ചു നേരമായി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സുരേന്ദ്രൻ, എങ്ങനെ കാണുന്നു? രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി കോൺഗ്രസിന് വലിയ ആവേശമുണ്ടാവുകയും വിജയമുണ്ടാവുകയല്ലേ അല്ലേ ചെയ്യുക? ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരം സനീഷ, ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ. കാരണം വടക്കേ ഇന്ത്യയിലോ നോർത്ത് ഈസ്റ്റിലോ പശ്ചിമേന്ത്യയിലോ കിഴക്കൻ ഇന്ത്യയിലോ ഒന്നും കോൺഗ്രസ് ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് സൂചിപ്പിക്കുന്നത്. കാരണം ദേശീയ ജനാധിപത്യ സഖ്യത്തെ യഥാർത്ഥത്തിൽ നേരിടേണ്ട സ്ഥലത്ത് നേരിടാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, അമേഠിയിലെ പരാജയം ഏതാണ്ട് രാഹുൽ ഗാന്ധി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ആദ്യം തന്നെ ഈ തീരുമാനത്തിന് പിന്നിൽ. രണ്ടാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസ് ഇപ്പൊ ഇവിടെ കേരളത്തിൽ വന്നു. മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ എന്തു മലം അറിയാനാണ് കേരളത്തിൽ? വയനാട് കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലം എന്ന് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ അവര് വന്നതുകൊണ്ട് കേരളത്തിൽ എന്ത് അത്ഭുതം ഉണ്ടാവുമെന്നാണ് പറയുന്നത്? ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. രാഷ്ട്രീയ പാപ്പരത്വമാണ്. ആരാണ് കോൺഗ്രസിന് ഈ ബുദ്ധി ഉപദേശിക്കുന്നത്? മണ്ടൻ തീരുമാനമായിട്ട് നാളെ വിശേഷിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു തീരുമാനമാണിത്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതിലാകെ പെട്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. കാരണം അവര് BJP അല്ല പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നത്, കോൺഗ്രസ് ആണ് പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നത് എന്നുള്ള നിലയ്ക്കാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ബംഗാളിലും തമിഴ്നാട്ടിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിന് വിജയസാധ്യതയുള്ള സ്ഥലത്തുനിന്ന് ഞങ്ങൾ മാറിത്തരാം, ഞങ്ങൾ ആ സഹാനുഭൂതിയോടെ മാറിത്തരാം എന്ന് പറയുന്ന ഒരു പാർട്ടി ഇടതുമുന്നണി എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രധാനം. അവർ പിന്മാറട്ടെ. ഇടതുമുന്നണി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ, സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ എങ്ങനെ മത്സരിക്കുന്നത്? അവര് പിന്മാറിയാൽ ഞങ്ങൾ മത്സരിക്കാം വയനാട്ടിൽ. നേർക്കുനേർ ഞങ്ങളൊരു പോരാട്ടത്തിന് തയ്യാറാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ ഈ ഫോൺ കട്ട് ചെയ്ത് കളയുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് ഇനി പിന്നീട് ചോദിക്കാൻ വെച്ച ചോദ്യം ഞാൻ ഇപ്പോൾ തന്നെ ചോദിക്കട്ടെ. ഇതിന് പകരമായി പാതി തമാശയായിട്ട് എടുത്താൽ മതി. പത്തനംതിട്ടയിൽ നരേന്ദ്രമോദി കൂടി അങ്ങ് മത്സരിക്കുകയാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമായിരിക്കും നാട്ടിൽ. തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ നല്ല സന്തോഷമേ ഉള്ളൂ. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. പക്ഷേ നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വരുന്നത് കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കാനുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം സാങ്കല്പികമാണെങ്കിലും ആ ചോദ്യത്തിനോട് രണ്ട് പേര് വരുന്നത് കൊണ്ട് എന്താണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുള്ള പ്രത്യേകത നിങ്ങൾക്ക് ബോധ്യമായല്ലോ. കാരണം രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലത്തിലായിട്ടുള്ള വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്നുള്ളതിന്റെ മറുവശമാണ് നമ്മൾ കാണേണ്ടത്. ആ മറുവശം എന്നുള്ളത് മറ്റെല്ലായിടത്തും കോൺഗ്രസിന് പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നു. പിന്നെ ഇവിടെ ആരോ പറയുന്നത് കേട്ടു പ്രധാനമന്ത്രി കേരളത്തിന് കിട്ടാൻ പോകും. അതൊക്കെ വെറും മനപ്പായസമാണ്. രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ പരിശ്രമിച്ചാലും 100 സീറ്റിൽ കൂടുതൽ കിട്ടില്ല. അത് നിങ്ങളുടെ ഡൽഹിയിലെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. എവിടുന്ന് സീറ്റ് കിട്ടാനാണ് കോൺഗ്രസിന്? കോൺഗ്രസിന്റെ പരാജയം അവർ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജോസ് കെ മാണി കൂടെ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ ജോസ് കെ മാണി, പരാജയ ഭീതി കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്നത് എന്ന ആക്ഷേപം സ്വാഭാവികമായിട്ടും എതിർപക്ഷത്തുള്ള ആളുകൾ ഉയർത്തുന്നുണ്ട്. അമേഠിയിൽ ഇവിടെ അദ്ദേഹം വരുന്നതുകൊണ്ട് നല്ല ആവേശകരമായിട്ടുള്ള വിജയം അവിടെ മാത്രമല്ല 20 മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്ന പ്രതീക്ഷ സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്കും UDFിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാം ഉണ്ട്. എത്രയ്ക്ക് സന്തോഷകരമാണിത്? ഏത് നിലയ്ക്ക് സ്വാഗതം ചെയ്യും? കോൺഗ്രസ് നേതൃത്വം ശ്രീ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനം എടുത്താൽ അത് ഏറ്റവും സ്വാഗതാർഹമാണ്. അത് മാത്രമല്ല ഒരു ചരിത്ര സംഭവം കൂടിയാണ്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും നേതാക്കൾക്കും മാത്രമല്ല കേരള സംസ്ഥാനത്ത് പൊതുവെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടും അതിനെ കാണുകയാണ്. വലിയൊരു അഭിമാനമുണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ. അത് മാത്രമല്ല, അത് വയനാട്ടിലെ ഒരു വിജയം മാത്രമല്ല, കേരള സംസ്ഥാനത്ത് തന്നെ ഈ 20 സീറ്റിലും യാതൊരു സംശയവുമില്ല വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളത് സംശയമില്ല. അതാണ്. വളരെ നന്ദി ശ്രീ ജോസ് കെ മാണി ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ PC വിശ്വനാഥ്, വലിയ മുന്നേറ്റമുണ്ടാകും എന്ന കാര്യത്തിൽ ഏതായാലും പ്രവർത്തകർക്കും UDFിൻ്റെ നേതാക്കൾക്കും സംശയമില്ല. അത് പക്ഷേ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക്, വിമർശങ്ങൾക്ക് കൂടെ കാരണമാവുകയില്ലേ? ശ്രീ PC വിശ്വനാഥ് ടെലിഫോൺ ലൈനില്ല. വളരെ നന്ദി ശ്രീ PC വിശ്വനാഥ് ഞങ്ങളോട് സംസാരിച്ചതിന്, നേരത്തെ താങ്കളുടെ അടക്കമുള്ള ആവേശവും ഊർജ്ജവും പങ്കുവച്ചതിന്. ശ്രീ കെ സുരേന്ദ്രൻ ടെലിഫോൺ ലൈനോട്. ശ്രീ കെ സുരേന്ദ്രൻ, അവിടെ പക്ഷേ അമേഠിയിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയുമ്പോഴും കേരളത്തിൽ അതുണ്ടാക്കാവുന്ന ചലനങ്ങൾ, കേരളത്തിൽ സമാഹരിക്കാവുന്ന മുഴുവൻ സീറ്റുകളും സമാഹരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉപകരിക്കുകയില്ലേ കോൺഗ്രസിന്? അല്ല, അതിപ്പോ തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പ്
ഉള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ്. ഇനി 30 ദിവസം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത് കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ ഘടനയിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണല്ലോ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നിലവിൽ വന്നിരിക്കുന്ന സർവേകളിലെല്ലാം ഏറ്റവും ഒടുവിൽ വന്ന സർവേ അടക്കം പറഞ്ഞിരിക്കുന്നത് UDF ഒരു മേൽക്കൈയുള്ള സംസ്ഥാനമാണ് കേരളം. കുറച്ച് സീറ്റ് LDF-നും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് സർവേ. എന്തോ ആവട്ടെ, പക്ഷെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും എന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമുള്ളത്? കോൺഗ്രസിന് അവരുടെ പ്രവർത്തകർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ആത്മവിശ്വാസം ഇത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലല്ലോ, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലേ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും വരുന്ന സ്ഥലങ്ങളിൽ എന്ത് മെസ്സേജ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ നന്ദി ശ്രീ സുരേന്ദ്രൻ. ഞാൻ ഇടപെടുന്നത് അവിടെ ഒരു VM സുധീരൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എന്നോട് ക്ഷമിക്കണം. വളരെ നന്ദി കെ സുരേന്ദ്രൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീ VM സുധീരൻ സംസാരിക്കുന്നു കൊച്ചിയിൽ. അതിലേക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് വളരെ വളരെ പ്രയോജനപ്പെടും. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി മുൻ തെരഞ്ഞെടുപ്പിൽ, നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ മത്സരിച്ചത് ഓർക്കുന്നുണ്ട്. അവർ കർണാടകത്തിലും മത്സരിച്ചിരുന്നു, റായ്ബറേലിക്ക് പുറമെ. അതുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ്റെ വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായാൽ ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട്, കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രവർത്തകരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് തയ്യാറായാൽ അത് വലിയൊരു സന്ദേശമായിരിക്കും നൽകുക. രാജ്യത്തിൻ്റെ ഐക്യത്തിന് നേരെ ഏറ്റവും അധികം ഭീഷണി ഉയർന്നിട്ടുള്ള ഈ സന്ദർഭത്തിൽ, ജനങ്ങളുടെ ഐക്യത്തിന് നേരെ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മത്സരം, കേരളത്തിൽ അദ്ദേഹം ജനവിധി തേടുക എന്നുള്ളത് രാജ്യത്തിന് തന്നെ ഒരു നല്ല സന്ദേശമായിരിക്കും നൽകുക. രാജ്യത്തിൻ്റെ ഐക്യം, ജനങ്ങളുടെ സൗഹാർദ്ദം അത് ഊട്ടി ഉറപ്പിക്കാൻ അത് വളരെയേറെ ഫലപ്രദമാകും. കേരളത്തിന് അതൊരു വലിയ ആവേശമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയൊരു ഊർജ്ജമായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ നൽകുക എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹമനുസരിച്ച്, ആവശ്യം അംഗീകരിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നതിൽ നിന്നും ഭയന്നുകൊണ്ടുള്ള ഒരു ഒരിക്കലുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അവരുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു വരുന്ന റായ്ബറേലിയിൽ മത്സരിക്കുമ്പോൾ തന്നെയാണ് കർണാടകത്തിൽ മത്സരിച്ചത്. ഒരു തരത്തിലുള്ള ആശങ്കയും ആ കാര്യത്തിലില്ല. അദ്ദേഹം ഏത് സീറ്റിൽ മത്സരിച്ചാലും വൻ വിജയം നേടും. അദ്ദേഹത്തിൻ്റെ സ്ഥിരം സീറ്റിൽ മത്സരിച്ചാൽ അദ്ദേഹം വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDF പ്രവർത്തകരുടെയും വലിയൊരു ആഗ്രഹമാണ്. ഇത് അദ്ദേഹത്തെ പല രീതിയിലും ഈ ആഗ്രഹം, ഈ ആവശ്യം പല സന്ദേശങ്ങൾ മുഖാന്തരവും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ മുതൽ ഇങ്ങനൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു മൂർധന്യത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് മത്സരം അതിൻ്റെ പ്രചരണം എത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനമെടുക്കണമെന്നാണ് ഞങ്ങൾക്ക്. അവിടെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുക സിദ്ദിഖിനെ? അത് സിദ്ദിഖിനെ സംബന്ധിച്ച് അതൊന്നും സിദ്ദിഖ് തന്നെ ഈ കാര്യം പൂർണ്ണ മനസ്സോടെ, സന്തോഷത്തോടെ, സിദ്ദിഖിൻ്റെ കൂടി ആവശ്യമാണ്. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരുമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് ആദ്യം തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സിദ്ദിഖിൻ്റെ പേര് അവിടെ സജീവമായി വന്നു, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ അതൊന്നും ഒരു തരത്തിലും ഒരു പ്രശ്നമായി മാറില്ല. സിദ്ദിഖ് തന്നെ വളരെ സന്തോഷത്തോടു കൂടി നേരത്തെ മുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. വളരെ കടുത്ത മത്സരമായിരിക്കില്ല
എവിടെ? സ്മൃതി ഇറാനിയൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വെല്ലുവിളിയല്ല എന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിലും അവരൊരു ചട്ടപ്രകാരം മത്സരിക്കുന്നു എന്നുള്ളതല്ലാതെ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന് ഒരു ഭീഷണി ഉയർത്താൻ സ്മൃതി ഇറാനിക്കോ അല്ലെങ്കിൽ എതിർകക്ഷിയുടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്കോ ആവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് രാഹുൽ ഗാന്ധി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളത്തിലെ കോൺഗ്രസും UDFും പ്രവർത്തകർ എക്കാലവുമായും ആഗ്രഹിച്ചു വരുന്ന ഒരു വലിയ കാര്യമാണ്. ഈ ആവശ്യം അദ്ദേഹം അംഗീകരിക്കണം. അതനുസരിച്ച് വയനാട്ടിലേക്ക് അദ്ദേഹം വരണം, സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. അല്ല, വയനാട്ടിലാണല്ലോ ഇതുവരെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റ് സീറ്റുകളൊക്കെ ഒഫീഷ്യലായിട്ട് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വയനാടാണ് ഏറ്റവും അനുയോജ്യമായ സീറ്റെന്ന് ഇപ്പോഴല്ല, നേരത്തെ മുതലുള്ള ആവശ്യം ഉയർന്നു വന്നത് വയനാട്ടിൽ തന്നെ അദ്ദേഹം മത്സരിക്കണമെന്നുള്ളതാണ്. അത് അദ്ദേഹം ഉൾക്കൊള്ളണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്ന പ്രധാനപ്പെട്ട വാർത്ത. 2 മണിക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കണ്ട് ഇത് സ്ഥിരീകരിക്കും. ഔദ്യോഗികമായ പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. KPCC നേതൃത്വം സമ്മതം അറിയിച്ചു. KPCC ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് എല്ലാ സംസ്ഥാനങ്ങളിലെയും PCCകൾ ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി അവരവരുടെ സംസ്ഥാനങ്ങളിൽ മത്സരിക്കണം എന്ന രീതിയിൽ. കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കുകയും വയനാട് പോലെയുള്ള ഒരു സുരക്ഷിത മണ്ഡലത്തിൽ മത്സരിക്കാൻ അദ്ദേഹം സമ്മതം മൂളുകയുമായിരുന്നു. TJ ശ്രീലാലും R കിരൺ ബാബുവും ഉണ്ട് നമുക്കൊപ്പം ഈ പ്രധാനപ്പെട്ട ചർച്ചയിൽ.